الحمد لله نحمده ونستعينه ونستغفره ونصلي ونسلم على رسوله الكريم أما بعد. ജബ്ബാർ മാഷ് തന്റെ ഖുർആൻ പഠന ക്ലാസ്സിൽ ഉന്നയിച്ച മറ്റൊരു ആരോപണമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദം ചുരുക്കത്തിൽ ഇങ്ങനെയാണ്: ബഹുദൈവാരാധകരാണെങ്കിൽ സ്വന്തം മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ യാതൊരു ആത്മബന്ധവും പുലർത്താൻ പാടില്ല. അവർ മരിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ജബ്ബാർ മാഷിന്റെ ഈ വാദം ഖുർആനിക വചനങ്ങളെയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെയും പരസ്പരം കൂട്ടിക്കുഴച്ച് വളരെ വിദഗ്ധമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കിയ ഒന്നാണ്. മാഷ് ഉന്നയിച്ച ഈ വലിയ ആരോപണത്തെ നമുക്ക് വളരെ ലളിതമായി ഒന്ന് പൊളിച്ചു നോക്കാം. അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിൽ പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, അമുസ്ലിങ്ങളായ മാതാപിതാക്കളോ ബന്ധുക്കളോ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട ഖുർആന്റെ കാഴ്ചപ്പാട്. രണ്ട്, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എന്ത് ആത്മബന്ധം പുലർത്തണം എന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക നിയമം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വിഷയം ആദ്യം എടുക്കാം. അമുസ്ലിങ്ങളായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ എന്ത് ആത്മബന്ധമാണ് പുലർത്തേണ്ടത്? യാതൊരു ബന്ധവും പുലർത്താൻ പാടില്ല എന്നാണോ ഖുർആൻ പറയുന്നത്? അല്ല സുഹൃത്തുക്കളെ, ഖുർആൻ പറയുന്നത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. നമുക്ക് യഥാർത്ഥം പരിശോധിക്കാം. അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ഈ ലോകത്തെ എങ്ങനെ പെരുമാറണമെന്ന് ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ എടുത്തു വായിക്കുക. സ്വന്തം മാതാപിതാക്കൾ ബഹുദൈവാരാധകരാണെങ്കിൽ മാത്രമല്ല, മക്കളെ ബഹുദൈവാരാധനയിലേക്ക് അവർ നിർബന്ധിക്കുകയാണെങ്കിൽ പോലും അവരോട് എങ്ങനെ പെരുമാറണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 31-ാം അധ്യായം 15-ാമത്തെ ആയത്ത്: وَإِنْ جَاهَدَاكَ عَلَى أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് പങ്കു ചേർക്കാൻ അവർ ഇരുവരും നിന്നെ നിർബന്ധിക്കുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത്. എന്നാൽ ഇഹലോകത്തിന് അവരുടെ നല്ല നിലയിൽ സഹവസിക്കുകയും ചെയ്യുക. സൂറ മുൻതഹന 60-ാം അധ്യായം 8-ാം ആയത്ത്: ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളോട് പൊരുതുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയോ ചെയ്യാത്തവരോട് നന്മ ചെയ്യുന്നതും നീതി കാണിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല. നീതി കാട്ടുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഖുർആൻ പറയുന്നത് വിശ്വാസകാര്യത്തിൽ അനുസരിക്കരുത്, എന്നാൽ കുടുംബബന്ധം തുടരുക, നല്ല രീതിയിൽ പെരുമാറുക. മാഷിനൊരു പക്ഷെ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലായിരിക്കാം. അവരുടെ മാതാവ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല, ഒരു ബഹുദൈവാരാധകയായിരുന്നു. ആ മാതാവ് ഒരിക്കൽ മകളെ കാണാൻ മദീനയിൽ വന്നു. അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: പ്രവാചകരെ, എന്റെ ഉമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഞാൻ അവരുടെ കുടുംബ ബന്ധം പുലർത്തുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യട്ടെ? പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? അതെ, നീ നിന്റെ മാതാവുമായി നല്ല ബന്ധം പുലർത്തുക എന്നാണ്. അപ്പോൾ മാഷ് പറഞ്ഞ രണ്ടാമത്തെ ആരോപണത്തിലേക്ക് വരാം. അമുസ്ലിങ്ങളായ മാതാപിതാക്കളോ ബന്ധുക്കളോ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട ഖുർആന്റെ കാഴ്ചപ്പാട്. മാഷ് പറയുന്ന സൂറത്തുൽ അത്തൗബയിലെ 113-ാം വചനം പറയുന്നത് അവരെ കുറിച്ചാണ്. ഇവിടെ വളരെ ലളിതമായ ഒരു ലോജിക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരാളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവിലോ ഇസ്ലാമിലെ സ്വർഗത്തിലോ യാതൊരു വിശ്വാസവുമില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൃത്യമായി വ്യക്തമാക്കിയതുമാണ്. അവർ അങ്ങനെ തന്നെ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ മരിച്ചു കഴിയുമ്പോൾ അവർ ജീവിതകാലത്ത് വിശ്വസിക്കാൻ തയ്യാറാവാതിരുന്ന അതേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്?
അതായത് അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വാസമില്ല, പക്ഷേ ഇസ്ലാമിലെ സ്വർഗത്തിൽ വിശ്വാസമുണ്ട് എന്നാണോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്ക് വേണ്ടാത്ത, അയാൾ നിഷേധിച്ച സ്വർഗവും പാപമോചനവും അയാൾക്ക് മരിച്ചതിന് ശേഷം നൽകണേ എന്ന് നിർബന്ധം പിടിക്കുന്നത് വിശ്വാസപരമായി തന്നെ വലിയൊരു വൈരുദ്ധ്യമല്ലേ? ഈ വൈരുദ്ധ്യത്തെയാണ് സൂറത്ത് അത്തൗബയിലെ ആ വചനം വിലക്കുന്നത്. അല്ലാതെ യാതൊരു മനുഷ്യത്വമില്ലായ്മ അല്ല, മറിച്ച് അതൊരു ദൈവശാസ്ത്രപരമായ നിയമം മാത്രമാണ്. ചുരുക്കത്തിൽ ഇഹലോകത്തെ സാമൂഹിക ബന്ധങ്ങളെയും പരലോകത്തെ പാപമോചനത്തെയും പരസ്പരം കൂട്ടിക്കുഴച്ചാണ് ജബ്ബാർ മാഷ് ഈ വലിയ കള്ളം പ്രചരിപ്പിക്കുന്നത്. സ്വന്തം മാതാപിതാക്കൾ ഏത് വിശ്വാസത്തിലാണെങ്കിലും അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും ഏറ്റവും നന്നായി നോക്കാനുമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ യാതൊരു ആത്മബന്ധവും പാടില്ല എന്ന് മാഷ് പറയുന്നത് ചരിത്രത്തോടും ഖുർആനോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഖുർആൻ ഒരിടത്തും മാതാപിതാക്കളെ വെറുക്കാനോ ഉപദ്രവിക്കാനോ കുടുംബബന്ധം തകർക്കാനോ പഠിപ്പിക്കുന്നില്ല, മറിച്ച് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും എന്നാൽ ലോക കാര്യങ്ങളിൽ മാതാപിതാക്കളുടെ നന്മയോടെയും ആദരവോടെയും പെരുമാറണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനാൽ ഒരു വചനം മാത്രം എടുത്ത് വായിക്കുന്നതിന് പകരം അതിന്റെ മുഴുവൻ സന്ദർഭവും ബന്ധപ്പെട്ട മറ്റു വചനങ്ങളും ഹദീസുകളും കൂടി പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഈ ജബ്ബാർ മാഷ് ഉന്നയിച്ച മറ്റൊരു വിഷയവും അതിന്റെ ചരിത്രപരവും ഖുർആനികവുമായ പശ്ചാത്തലവും പരിശോധിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.